Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ബൈനറി ടു ഡെസിമൽ ആണ്. അതായത് ബൈനറി നമ്പറിൽ നിന്ന് എങ്ങനെ നമുക്ക് ഡെസിമൽ കൺവേർട്ട് ചെയ്യാം, ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആദ്യം ഒരു ഡെസിമൽ നമ്പർ എഴുതി വെക്കുക. ഒരു ഡെസിമൽ നമ്പറാണ് എഴുതുന്നത് 125. അപ്പോൾ ഡെസിമൽ നമ്പറിൻ്റെ ബേസ് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ഇത് ഒറ്റ സ്ഥാനത്തിലാക്കാം. ഇത് 10ൻ്റെ പ്ലേസ്, ഇത് 100ൻ്റെ പ്ലേസ്. അപ്പോൾ 125 നമുക്ക് എഴുതാൻ പറ്റും. അതായത് 5 ഇൻറ്റു ബേസ് എത്രയാണ്, ഡെസിമൽ നമ്പറിന്റെ ബേസ് പറഞ്ഞാൽ 10 ആണ്. ആദ്യം 10⁻0. അതായത് ഈ ഒരു ഇവിടെ ബേസിന്റെ വാല്യൂ, ബേസിന്റെ അല്ല പവറിന്റെ വാല്യൂ 0 ആയിരിക്കും. അതായത് 10⁻0. അടുത്തത് 1 ആയിരിക്കും, പിന്നെ 2 ആയിരിക്കും, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ 3. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ പവറിന്റെ വാല്യൂ ഇൻക്രീസ് ആയിട്ട് വരും. അടുത്ത വാല്യൂ എന്താ, 5 കഴിഞ്ഞു. 5 കഴിഞ്ഞാൽ 2 ആണ്. 2 ഇൻറ്റു 10⁻1. അടുത്ത വാല്യൂ എത്രയാണ്, 1. 1 ഇൻറ്റു 10⁻2. ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക, ഇത് 5 കിട്ടും, ഇത് 20 കിട്ടും, ഇത് 100 കിട്ടും. ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 125 കിട്ടും. ഇങ്ങനെയാണ് 125 നമ്മൾ എഴുതുന്നത്. അതേപോലെ നമുക്കൊരു ബൈനറി വാല്യൂ നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇതേ ട്രിക്കിനെ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ബൈനറി വാല്യൂ എഴുതുന്നത് 1011101. ഇത് നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതാണ് ബൈനറി വാല്യൂ. അതിന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ പവർ വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും കൂടി വരും. ഇതാണ് പവർ വാല്യൂ, അതായത് ബേസിന് കൊടുക്കുന്ന പവർ. ഡെസിമലിന്റെ ബേസ് പറഞ്ഞാൽ 10 ആണ്. നമ്മുടെ ബൈനറി വാല്യൂന്റെ ബേസ് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ ഇതെങ്ങനെ എഴുതുക, ആദ്യത്തെ 1 എടുത്തു, 1 ഇൻറ്റു ബേസ് വാല്യൂ പറഞ്ഞാൽ 2. ഇവിടെ 10ന് പകരം ഇവിടെ 2 എടുത്തു, 0. അടുത്ത വാല്യൂ എത്രയാണ്, 0. അപ്പൊ 0 ഇൻറ്റു 2⁻1. അടുത്ത വാല്യൂ വീണ്ടും 1. അടുത്ത വാല്യൂ 1 ആണ്. അടുത്ത വാല്യൂ 1 ഇൻറ്റു 2⁻2 എടുത്തു. അടുത്ത വാല്യൂ വീണ്ടും എത്രയാണ്, അതും 1 ആണ്. അടുത്ത വാല്യൂ എടുത്തു 1. 1 ഇൻറ്റു 2⁻3. പിന്നത്തെ വാല്യൂ എത്രയാണ്, 0. 0 ഇൻറ്റു 2⁻4. അതായത് 0 നമ്മൾ എടുത്തു കഴിഞ്ഞു. ലാസ്റ്റ് വാല്യൂ 1. ആ 1 കൂടി എടുത്തു കഴിഞ്ഞാൽ 1 ഇൻറ്റു 2⁻5. നമ്മൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, ഈ വാല്യൂ എത്ര കിട്ടുക, 1. ഈ വാല്യൂ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് മൊത്തത്തിൽ 0 കിട്ടും. പിന്നത്തെ വാല്യൂ 4. പിന്നത്തെ വാല്യൂ 8. പിന്നത്തെ വാല്യൂ ഇതും 0 കിട്ടും. പിന്നത്തെ വാല്യൂ ഇത് എത്ര കിട്ടുക, 32 ആണ് കിട്ടും. 32ഉം 8ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ 40. 40 4ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ 44. 44 1ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ 45. 45 ആണ് ഇതിന്റെ ആൻസർ. 45ന്റെ ഡെസിമൽ ബൈനറി വാല്യൂ ആണ് 101101. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അതായത് 10001000. ഇതാണ് നമ്മുടെ ബൈനറി വാല്യൂ. ഇതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മുടെ പവർ വാല്യൂസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും കൂടി വരും. അതായത് ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, 4, 5, 6. അതായത് 2ന്റെ പവർ ഇടുന്ന വാല്യൂസ് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ കൂടി വരും. നമുക്ക് ജസ്റ്റ് ടൈപ്പ്, ആദ്യത്തെ വാല്യൂ 0 ആണ്. അപ്പൊ 0 ഇൻറ്റു 2⁻0. പിന്നത്തെ വാല്യൂ 0 തന്നെയാണ്. അടുത്ത വാല്യൂ 0. അപ്പൊ അടുത്ത് എന്താ എഴുതുക, 0 ഇൻറ്റു 2⁻1 പ്ലസ് അടുത്ത വാല്യൂ 1 ആണ്. 1 ഇൻറ്റു 2⁻2 പ്ലസ് 0 ഇൻറ്റു 2⁻3 പ്ലസ് വീണ്ടും 0 ഇൻറ്റു 2⁻4. അതായത് ഇതുവരെ എത്തിപ്പോ വീണ്ടും ഒരു 0 കൂടി ഉണ്ട്. അപ്പൊ 0 ഇൻറ്റു 2⁻5 പ്ലസ് 1 ഇൻറ്റു 2⁻6. ലാസ്റ്റത്തെ വാല്യൂ വരെ എത്തി. ഇതിലിപ്പോ നമുക്ക് ഈ ഒരു വാല്യൂ മാത്രമേ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് മാത്രമാണ് 2⁻. അപ്പൊ 4 ഇത് എത്ര കിട്ടുക, 64. ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ 0 ആണ് കിട്ടുക. 64ഉം 4ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ 68. ഇതാണ് ഇതിന്റെ ആൻസർ വരിക. നമുക്ക് അടുത്തൊരു വേഗത്തിൽ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതായത് നമുക്ക് 2ന്റെ പവേഴ്സ് അറിയുന്ന വെക്കുക. അതായത് 2ന്റെ പവർ പറഞ്ഞാൽ 1, 2, 4, 8, 16, 32, 64 ഇങ്ങനെ പോകും. അതായത് 2⁻0 ആണ് 1, 2⁻1 2, 2⁻2 4, 2⁻3 2⁻4, 2⁻5, 2⁻6. നമുക്ക് ഒരു ബൈനറി വാല്യൂ കിട്ടിയിരിക്കുക. ബൈനറി വാല്യൂ 1 1 0 1 0 0. ഇതാണ് നമ്മുടെ ബൈനറി വാല്യൂ. ഇതിനെ നമ്മൾ ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇതേപോലെ നമ്മളിവിടെ 0 ഇട്ട് കൊടുക്കുക. അപ്പൊ എവിടേക്കാണ് 0? ഇവിടെ 0 ആണ്, ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 1. അപ്പൊ 1 ഉള്ള സ്ഥലം ഏതൊക്കെയാണ്? ഈ സ്ഥലം, പിന്നെ ഇവിടെ. അപ്പൊ ആ 3 പ്ലേസിന്റെ വാല്യൂസ് എത്ര നോക്കുക, 32, 16, 4. അത് 3 കൂടി ആഡ് ചെയ്യുക. 32 പ്ലസ് 16 പ്ലസ് 4
ഇത് 3 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 52 കിട്ടും. അപ്പൊ നമുക്ക് 2 to the power വേഗം അറിയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ മൈൻഡിൽ നന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയുന്നവർക്ക് വേണമെങ്കിൽ വേഗത്തിൽ കണ്ടുപിടിക്കാൻ ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സാധാരണ അറിയുന്ന പോലെ പവറിന്റെ വാല്യൂസ്, അതായത് 0, 1, 2, 3, 4, 5 ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ പവർ കൂട്ടി വരും. ഓരോ വാല്യൂസ് എടുക്കുക. ആദ്യത്തെ വാല്യൂ 0 into 2 to the power 0 പ്ലസ് അടുത്ത വാല്യൂ 0 into 2 to the power 1 പ്ലസ് അടുത്ത വാല്യൂ എത്ര 1 into 2 to the power 2 പ്ലസ് അടുത്ത വാല്യൂ എത്ര 0 into 2 to the power 3 പ്ലസ് പിന്നെ 2 1 ആണുള്ളത്, അതായത് ലാസ്റ്റ് 2 1 കൂടി ഉണ്ട്. അപ്പോൾ 1 into 2 to the power 4 പ്ലസ് 1 into 2 to the power 5. ഇതിൽ ഈ വാല്യൂ 0, ഇതും 0, ഇതെത്ര 4, പിന്നത്തെ വാല്യൂ 0 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അപ്പൊ അതും 0, പിന്നത്തെ വാല്യൂ 16, പിന്നത്തെ വാല്യൂ 32. അപ്പൊ ഇത് 3 കൂടി കൂട്ടി കഴിഞ്ഞാൽ 52 തന്നെ കിട്ടും. നമുക്ക് ഇത് ഇങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റും, ഇങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റും.